ഞങ്ങളെ അടുത്തും അകലെയും ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ഈ ചെങ്കര ദേശനിവാസികളെ, മധ്യാഹ്നം കഴിഞ്ഞ ഈ സമയത്ത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി കേരളത്തിന്റെ 14 ജില്ലകളിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ് ഈ ഗ്രാമത്തിലെത്തിയിരിക്കുന്നത്. ജീവിതം അഭിനയമോ അനുഭവമോ എന്ന ചോദ്യത്തോടു കൂടെ തെരുവുകളിലൂടെ, പട്ടണങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ വാഹനം ചോദിക്കുന്ന ചോദ്യം ജീവിതം അഭിനയമോ അനുഭവമോ? ജനനമെന്ന 3 അക്ഷരത്തിലൂടെ എല്ലാവരെയും കുടുകുടാ ചിരിപ്പിച്ചുകൊണ്ട് പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും കണ്ടും കേട്ടും പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും വളരും തോറും ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അവർ കാണുന്ന പലതും സ്വന്തമാക്കണമെന്നും അവർ കാണുന്ന അവരിൽ ഒരാളായി മുതിർന്ന് വരണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന തലമുറ. എന്നാൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ അവർ കണ്ടും കേട്ടും പോകുന്ന പല കാര്യങ്ങളും അവരെ തളർച്ചയിലേക്കും തകർച്ചയിലേക്കും നയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ തലമുറ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ മറികടക്കുവാൻ അവർ പലരും ശ്രമിക്കുന്നത് മദ്യപാനമാണ്. മദ്യലഹരിയിൽ അവർ പിടിക്കപ്പെട്ട് മാതാപിതാക്കൾക്ക് തലവേദനയായിക്കൊണ്ടിരിക്കുന്നു. ചിലർ ചിന്തിക്കുന്നു ആത്മഹത്യ പരിഹാരമാണെന്ന്. നമ്മുടെ കൊച്ചു കുട്ടികൾ എത്രയോ പേർ ആത്മഹത്യ ചെയ്ത് ഇന്ന് മാതാപിതാക്കൾ കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്നു. കൊലപാതകം, പിതാക്കളെ മാതാക്കളെ കൊന്നാൽ തലമുറകൾ സമാധാനത്തോടായിരിക്കുമെന്ന് ചിന്തിച്ച് എത്രയോ മാതാക്കളെയാണ് തലമുറകൾ കൊലപാതകം ചെയ്യുന്നത്. ചിലരാകട്ടെ ലൈക്കും കമന്റും ഒക്കെ ഇട്ട് പരിചയപ്പെടുന്നവരുടെ കൂടെ ഒളിച്ചോടി പോകുന്നു. പ്രിയരെ, ഇതൊന്നും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമല്ല. പിന്നെ എന്താണ് പരിഹാരം? നമുക്ക് മുന്നമേ ഈ ഭൂമിയിലായിരുന്ന നമ്മുടെ പൂർവികർ ചോദിച്ച ചില ചോദ്യങ്ങളില്ലേ? തമസോമ ജ്യോതിർഗമയ, ഇരുൾ വാഴുന്ന ലോകത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവമേ അങ്ങ് എവിടെയാണ്? അസതോമ സദ്ഗമയ, അസത്യം നിറഞ്ഞ ലോകത്തിൽ സാക്ഷാൽ സത്യവാനായ ദൈവമേ അങ്ങ് എവിടെയാണ്? മൃത്യോമ അമൃതംഗമയ, മരണം വാഴുന്ന ലോകത്തിൽ സാക്ഷാൽ ജീവനാകുന്ന ദൈവമേ അങ്ങ് എവിടെയാണ്? ഇന്ന് നാം നെട്ടോട്ടം ഓടുന്നത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ, ഓടുന്നത് ജീവിക്കുവാൻ വേണ്ടിയല്ലേ? ജീവിക്കുവാൻ വേണ്ടി കൊതിക്കുന്ന അനേകർ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ടല്ലേ നേരം വെളുക്കുമ്പോൾ കുടുംബത്തെ പോറ്റുവാൻ, പുലർത്തുവാൻ ജോലിക്ക് വേണ്ടി പോകുന്നത്? രാവിലെ ഭാര്യയുടെ മുഖം കണ്ട്, മക്കളുടെ മുഖം കണ്ട് ടാറ്റ കാണിച്ച് ജോലിക്ക് പോയിട്ട് തിരികെ വരുന്ന പ്രതീക്ഷിച്ചിരുന്ന പല ഭാര്യമാരും പല മക്കളും ഇന്നും ദുഃഖിതരല്ലേ? കാരണം ഓടിച്ചു വന്ന വാഹനം ആക്സിഡന്റിൽപ്പെട്ട് ഭർത്താവ് നഷ്ടപ്പെട്ടു, ഭാര്യമാർ നഷ്ടപ്പെട്ടു, തലമുറകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടത്തിന്റെ കണക്ക് പേറി കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടവര് നമ്മുടെ ഗ്രാമത്തിലുണ്ട്. നാളെയുടെ സ്വപ്നങ്ങളായ തലമുറ വളർന്നു കഴിയുമ്പോ എന്റെ കഷ്ടപ്പാട് മാറും, എന്റെ ബുദ്ധിമുട്ട് മാറും എന്ന് ലാളിച്ചു വളർത്തി വലുതാക്കിയ മക്കൾ അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ ഓർമ്മകൾ അയവിറക്കി കഴിയുന്ന എത്രയോ മാതാക്കൾ, എത്രയോ പിതാക്കൾ 4 ഭിത്തിക്കകത്ത് കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി കഴിയുന്നു. ഇന്ത്യ എന്ന മഹത്തായ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടും സ്വാതന്ത്ര്യമില്ലാതെ കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ ഭാര്യമാരുണ്ട്, എത്രയോ ഭർത്താക്കന്മാരുണ്ട്, എത്രയോ മക്കളുണ്ട്. പലതിന്റെ പേരിൽ തമ്മിലടിച്ച് കൊലക്കളമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ പണത്തിന് കഴിയുമോ? പ്രതാപത്തിന് കഴിയുമോ? സ്ഥാനമാനങ്ങൾക്കോ പദവികൾക്കോ കഴിയുമോ? ഇത്യാദി ചോദ്യങ്ങൾ ചോദിച്ച് എവിടെ സമാധാനം, എവിടെ സന്തോഷം? ആരോട് പറയണം, എന്തിനു പറയണം എന്ന് ചിന്തിച്ചായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ യാത്രയിൽ ഞങ്ങൾക്ക് കണ്ടുമുട്ടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ഒരുവനായി ഈ ഇന്ത്യയുടെ മണ്ണിൽ, കേരളത്തിൽ
കണ്ണൂർ ജില്ലയിൽ ജനിച്ചു വളർത്തപ്പെട്ട എന്റെ ഈ ജീവിതത്തിൽ ഇത്യാദി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മദ്യപാനത്തിനോ കൂട്ടുകെട്ടിനോ ലഹരിക്കോ ഒന്നും എന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ കഴിഞ്ഞില്ല. ഇതുപോലെ തെരുവിൽ നിന്ന് പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ അകത്ത് മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ ലോകം നൽകാത്ത സമാധാനം, ഈ ലോകം നൽകാത്ത സന്തോഷം ഈ ഭൂമിയിൽ നൽകുവാൻ ഒരുവൻ ജനിച്ചു എന്നുള്ള വാർത്ത എന്റെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരിക്കൽ നാടിനും നാട്ടാർക്കും, വീടിനും വീട്ടാർക്കും, മാതാവിനും പിതാവിനും സഹോദരങ്ങൾക്കും തലവേദനയായിരുന്ന എന്നെ ഇന്ന് നല്ലൊരു ഭർത്താവായി, നല്ലൊരു പിതാവായി, നല്ലൊരു മകനായി, നല്ലൊരു ദേശസ്നേഹിയായി, നല്ലൊരു പൗരനാക്കി മാറ്റിയ സന്ദേശം ഇന്ന് ഈ ഉച്ചഭാഷിണിയിലൂടെ ഈ ദേശത്തോട് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രിയരെ, ഇന്ന് ഞാൻ നിൽക്കുന്നത് ചെങ്ങര ഗ്രാമത്തിലാണ്. ഇവിടെ പാടങ്ങളും വീടുകളും അയൽവാസികളും പുറത്ത് ശാന്തതയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുവാനുണ്ട്. ഹൃദയത്തിനുള്ളിൽ സമാധാനമുണ്ടോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്മസ്. ഇതൊരു ചോദ്യത്തോടു കൂടെ ഞാൻ ആരംഭിക്കുക. ഇതാ സർവ്വജനത്തിന് വലിയ സന്തോഷമുണ്ടാകുന്ന സുവിശേഷം. പ്രിയരെ, ഗ്രാമം ശാന്തമെന്ന് തോന്നുന്നുവെങ്കിലും ഇന്നത്തെ യാഥാർത്ഥ്യം ഇതാണ്. കൃഷി മേഖലകൾ സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കർഷകരാണ് ആത്മഹത്യ ചെയ്തു തുടങ്ങിയത്. കടബാധ്യത, മക്കളെ പഠിപ്പിക്കുവാൻ, വീട് വെക്കുവാൻ, അതെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ കടക്കണിയിലായിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവര് നമ്മുടെ ഗ്രാമത്തിലുണ്ട്. കുടുംബ സമ്മർദ്ദങ്ങൾ, യുവാക്കളുടെ ആശങ്കകൾ. ചെങ്ങരയിലെ പല വീടുകളും ഇലക്ട്രിസിറ്റി ബൾബിൽ തെളിയുന്നുണ്ടെങ്കിലും ആ വീട്ടിനകത്തായിരിക്കുന്ന പലരുടെയും ഹൃദയം ഇരുളിൽ സമാനമായ അനുഭവത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കുവാൻ കഴിയാതെ ഒരു വീട്ടിലാണെങ്കിലും അതേ വിഷാദത്തോടെ, കണ്ണുനീരോടെ, ദുഃഖത്തോടായിരിക്കുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ള ഭൂമിയിലെ സ്വർഗമായ ചെങ്ങരയിലെ ദേശനിവാസികളെ, നിങ്ങളുടെ ഭവനത്തിൽ വെളിച്ചമുണ്ടോ? തമസോമ ജ്യോതിർഗമയ, ഇരുൾ വാഴുന്ന ലോകത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവമേ, അങ്ങ് എവിടെയാണ്? നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു, ഈശ്വര സാന്നിധ്യമുണ്ടെങ്കിലേ ഭവനത്തിൽ സമാധാനമുണ്ടാകത്തുള്ളൂ. ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാത്ത ഒന്ന് എന്താണ്? മൊബൈലുണ്ട്, വാഹനമുണ്ട്, പലതുമുണ്ട്. പക്ഷേ ഈശ്വര ചിന്തയില്ല, ഈശ്വര ഭയമില്ല. കാണപ്പെടുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ കഴിയുന്നില്ല, സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. കത്തിമനയിൽ കുത്തിവീഴ്ത്തുവാൻ മടിയില്ലാത്ത തലമുറ. കാണപ്പെടുന്ന ഈശ്വരന്മാരായ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനോ സ്നേഹിക്കുവാനോ കഴിയാത്ത തലമുറയ്ക്ക് എങ്ങനെ അദൃശ്യനായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും? അദൃശ്യനായ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും? അതുകൊണ്ടല്ലേ ഇന്ന് നമ്മുടെ കേരളം ഇത്രമാത്രം പ്രേതാലയ സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. പ്രിയരെ, ക്രിസ്മസ് എന്താണ് നമ്മളോട് പറയുന്നത്? യേശു എവിടെയാണ് ജനിച്ചത്? ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ഇതുപോലെ ഒരു റോഡിൽ അതേ യേശു ജനിക്കുവാനിടയായി. ആ യേശുവിനെ കിടത്തുവാൻ അന്ന് ലഭിച്ചത് ഒരു പുൽത്തൊട്ടിയാണ്. പുൽത്തൊട്ടിയിലായിരുന്നില്ല യേശു ജനിച്ചത്, കാലിത്തൊഴുത്തിലായിരുന്നില്ല യേശു ജനിച്ചത്. യേശുവിനെ കുറിച്ചുള്ള ചരിത്രം നാം പഠിക്കുമ്പോൾ അതേ ഇതുപോലൊരു റോഡോരത്ത്, വഴിയോരത്ത്, വഴിയമ്പലത്തിൽ യേശു ജനിക്കുവാനിടയായി തീർന്നു. പ്രിയരെ, എന്തുകൊണ്ടാണ് യേശു വഴിയോരത്ത് ജനിക്കുവാനിടയായി തീർന്നത്? രാജ മാളിക എന്തുകൊണ്ട് ജനിച്ചില്ല? ഗ്രാമത്തിലെ ലളിത ജീവിതത്തെ ആദരിക്കുവാൻ വേണ്ടിയാണ്. ഒറ്റപ്പെട്ടവനെ അതേ തേടി വന്നതുകൊണ്ടാണ്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിരാശയും പേറി കഴിയുന്ന
ഏവർക്കും സമാധാനവും സന്തോഷവും നൽകുവാനാണ്. അതെ, ഈ ഭൂമിയിൽ യേശു അവതാരമായി ജനിക്കുവാനിടയായി തീർന്നത്. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ് യേശു ജനിച്ചത്. ഇരുളിലിരുന്ന ജനത്തിന് വെളിച്ചം നൽകുവാനാണ് യേശു ജനിച്ചത്. യേശു കേവലം ഒരു മനുഷ്യനായി ഇവിടെ ജനിച്ച് എല്ലാവരും അതെ മരണമെന്ന പ്രതിഭാസത്തിലൂടെ എല്ലാവരെയും കരയിപ്പിച്ച് കടന്നു പോകുന്നത് പോലെ കടന്നുപോയ ഒരു വ്യക്തിപ്രഭയല്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് മാനവകുലത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ഒരേ ഒരു വ്യക്തി കർത്താവായ യേശുവാണ്. അപ്പൊ കർത്താവായ യേശുവിന്റെ ജനനവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണവും ഈ ഭൂമിയിൽ നമ്മെ പോലെ ജനിച്ചവരിൽ നിന്നും അവനെ വ്യത്യസ്തനാക്കുന്നു. എന്താണ്? ഒരു പ്രസ്ഥാനത്തിനു വേണ്ടി, ഒരു സമൂഹത്തിനു വേണ്ടി പലരും ഇവിടെ പലതും ചെയ്യുമ്പോ ഒരു പ്രസ്ഥാനത്തിനു വേണ്ടിയോ ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ ആയിരുന്നില്ല യേശു ജനിച്ചത്. ഇരുളിൽ കഴിയുന്ന, സ്വസ്ഥത ഇല്ലാത്ത, സമാധാനമില്ലാത്ത മാനവകുലത്തിന് ഈ ലോകം നേടിക്കൊടുക്കാത്ത സമാധാനവും സന്തോഷവും നൽകുവാൻ യേശു ജനിച്ചു. ജനിച്ച യേശു ഈ ഭൂമിയിൽ സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലെ ആയിരുന്നില്ല മരിച്ചത്. യേശുവിന്റെ മരണം ക്രൂശിലായിരുന്നു. എന്തിനാണ് യേശു ക്രൂശിൽ മരിച്ചത്? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോയതുകൊണ്ട് പാപിയായ മനുഷ്യനെ രക്ഷിപ്പാൻ യേശു ഒരിക്കൽ ഈ ഭൂമിയിൽ വന്നു. ആ വന്ന യേശു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ യാഗമായി. അങ്ങനെ യേശുവിന്റെ ജനനവും യേശുവിന്റെ ക്രൂശിലെ മരണവും ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യനോടുള്ള ബന്ധത്തിലായിരുന്നു. മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് മാനവകുലത്തിന് വെളിപ്പെടുത്തി കൊടുത്ത യേശു, ഉലകമഹാന്മാർ അനവധി നിരവധി ആളുകൾ ഈ ലോകത്തിന് അനേക നന്മ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ മന്ത്രിമാരൊക്കെ നമ്മുടെ നാടിനു വേണ്ടി അകാരോത്രം നല്ല പരിശ്രമങ്ങൾ നടത്തി. നല്ല റോഡ്, നല്ല ഇലക്ട്രിസിറ്റി, വീടില്ലാത്തവർക്ക് വീട്, വിദ്യാലയങ്ങൾ, അങ്ങനെ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അവരൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ ബാബുജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി തന്നു. ഇന്ത്യയിലുള്ളവർക്ക് വേണ്ടി മാത്രമാകട്ടോ, എന്നാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അതേ കാൽവരിയിൽ യാഗമായി തീർന്ന യേശു അതേ മാനവകുലത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാതന്ത്ര്യമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ ആരെങ്കിലും ഈ ഗ്രാമ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം മദ്യപാനമല്ല, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമല്ല, ആത്മഹത്യയല്ല, കൊലപാതകമല്ല, ഒളിച്ചോട്ടമല്ല. പിന്നെന്താണ് ശാശ്വതമായ പരിഹാരം? ഞാൻ ഓർപ്പിച്ചല്ലോ, നിങ്ങളിൽ ഒരുവനായി ഈ ലോകത്തിലായിരുന്ന എനിക്ക് സമാധാനം നൽകിയ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശു സ്നേഹിച്ചതാണ് ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് വേണ്ടി ആരും മരിക്കാറില്ല. നമുക്ക് വേണ്ടി ആരും അതേ ഇതുപോലെ സ്നേഹം വെളിപ്പെടുത്താറില്ല. എന്നാൽ യേശു നമ്മെ സ്നേഹിക്കുന്നു. ഈ ദേശത്തുള്ള ദേശനിവാസികളെ യേശു ജനിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഏതോ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ചെങ്ങരയിലായിരിക്കുന്ന നിങ്ങൾക്കും കൂടെയാണ്. ഈ സദ്വർത്തമാനം നിങ്ങളോട് ചില ഗാനങ്ങളിലൂടെ, ചില സന്ദേശങ്ങളിലൂടെ പങ്കുവെച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുകയാണ്. നാളിതുവരെ യേശുവിന്റെ ജനനം ഒരാഘോഷമായി പര്യവസാനിക്കുകയാണെങ്കിൽ, സ്നേഹിത, മരണമെന്ന യാഥാർത്ഥ്യം അതേ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതേ മരണം നിശ്ചയമാ, സമയം നിശ്ചയമല്ല. ആ മരണം എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും മുൻകൂട്ടി പറയുവാൻ കഴിയത്തില്ല. കാരണം അതേ കഴിഞ്ഞ ദിവസം ഒരു 23 വയസ്സുള്ള ഡോക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. നാളെയുടെ സ്വപ്നം കണ്ട തലമുറകളെ വളർത്തി വലുതാക്കിയ ഒരു ഭവനത്തിന് അതേ ബർത്ത്ഡേ ദിവസം അതേ ആഘോഷിക്കാൻ കേക്കും അതേ മറ്റു മധുര പലഹാരങ്ങളൊക്കെ ഒരുക്കി വെച്ചു. ബർത്ത്ഡേ ഗിഫ്റ്റായി അതേ വില കൂടിയ ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. അത് പോരാ, മകൻ അപ്പനോട് പറഞ്ഞു, ഇന്ന് ഏറ്റവും വിലയുള്ള ആഡംബര കാറും കൂടെ വാങ്ങിത്തരണം. ആ പിതാവിന് പരിമിതി ഉണ്ടായിരുന്നു. അന്നേ ദിവസം അതേ ആ പരിമിതിയുള്ള പിതാവ് അതേ വാങ്ങിക്കൊടുത്ത ബൈക്ക്
പോരാ, കാറ് വേണം, വഴക്കായി. ഒടുവിൽ അതെ നമ്മളൊക്കെ അറിഞ്ഞതല്ലേ, ആ പിതാവും ആ മകനും തമ്മിൽ അതെ വാക്കേറ്റമുണ്ടായി. ഒടുവിൽ ആ കൃത്യം ആ പിതാവ് ചെയ്യേണ്ടി വന്നു. അതെ ആ കമ്പി പാര കൊണ്ട് ആ മകന്റെ തലക്കടിച്ച് അതെ കൊല്ലുവാനിടയായി. ഗ്രാമനിവാസികളെ, ചെങ്ങരയിൽ മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറകൾ അതെ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ ഒരുപക്ഷെ നാളെ പത്രത്താളുകളിൽ ചെങ്ങരയും അറിയപ്പെടും. പ്രിയരെ, അടുത്ത ദിവസം ഒരു വീട്ടിൽ അഡ്വക്കറ്റായ മകൻ, കുടുംബത്തിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ലാളിച്ചു വളർത്തിയ പിതാവിനെയും നൊന്തു പ്രസവിച്ച മാതാവിനെയും അതെ കത്തിമുനയിൽ വെട്ടി വീഴ്ത്തി. അല്ലേ ഗ്രാമനിവാസികളെ, നമ്മുടെ തലമുറകളുടെ പോക്കെങ്ങോട്ടാ? അതെ ബർത്ത്ഡേ ദിവസം അതെ ഒരു മരണം, അടുത്ത ദിവസം അതെ മറ്റൊരു മരണം. തീർന്നില്ല. അമ്മയും മകളും വീട്ടിലില്ലാതിരുന്ന സമയത്ത് അതെ ഭർത്താവിന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റുവാൻ ലൈംഗിക തൊഴിലാളിയായ ഒരു സ്ത്രീയെ അതെ കൂട്ടിക്കൊണ്ടുവന്നു. ഇരുളിന്റെ മറവിൽ ചെയ്ത പാപത്തിന്റെ പരിണതഫലം മരണമായിരുന്നു. ഇരുളിന്റെ മറവിൽ കൊന്നുതള്ളി. ഇതല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ? ഓരോ ദിവസവും ആക്സിഡന്റുകൾ വർദ്ധിക്കുന്നില്ലേ? കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നില്ലേ? ലാളിച്ചു വളർത്തി വലുതാക്കിയ മക്കള് അതെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പരിചയപ്പെട്ട വ്യക്തികളിലൂടെ ഇറങ്ങിപ്പോകുന്നു. അല്ലേ? അങ്ങനെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ സ്വസ്ഥമായി ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് 6 അടി മണ്ണ് കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. അതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തു മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ യേശു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ തന്നെ നോക്കി നിന്ന് ശിഷ്യന്മാർ ചോദിച്ചു, ഇതൊക്കെ എപ്പോ സംഭവിക്കും? ഞാൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും, ലോകത്തിന്റെ അവസാനം ആയിരിക്കുന്നുവെന്ന് അതെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത യേശു എപ്പോഴിതൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, അതേ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അടിക്കടിയായി വർദ്ധിക്കും. മനുഷ്യർ സ്വസ്നേഹികളാകും. മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറ. ഇതൊക്കെ സംഭവിക്കുമ്പോൾ അതെ ലോകത്തിന്റെ അന്ത്യം അടുത്തു. അതോടൊപ്പം യേശുവിന്റെ മടങ്ങി വരവും അതെ സംഭവിക്കുവാൻ പോകുകയാണ്. ഇതൊക്കെ കളിയാണ്, ഇതൊക്കെ പൊളിയാണ്, ഇതൊക്കെ വൈറ്റിപ്പഴപ്പിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് ഒരു കാലത്ത് ഞാനും ഇതുപോലെ തെരുവുകളിൽ വന്ന് അതെ ഉച്ചഭാഷിണിയിലൂടെ ശബ്ദം മുഴക്കിയവരോട് ചോദിച്ചിട്ടുണ്ട്. കണ്ണൂരിന്റെ വിരിമാറുവിൽ അതെ പൊളിറ്റിക്കൽ അതെ ചിന്താഗതിയോടുകൂടെ അതെ നടന്നൊരു കാലമുണ്ട് എനിക്ക്. അന്ന് ആരെയും പേടിയില്ലായിരുന്നു, അന്ന് ആരെയും വകവത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ അതെ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോകത്തക്ക വിധത്തിൽ അതെ ഒരു രോഗിയായി ഹോസ്പിറ്റൽ കിടക്കയിൽ ഡോക്ടർ കൈവിട്ടു. അതേ ഒരു ഓപ്പറേഷന് വിധേയനായി. അതേ എന്റെ മാതാപിതാക്കൾ ദുഃഖിതരായി. അവർ സ്വരൂപിച്ച പണം കൊണ്ട് ഹോസ്പിറ്റൽ ബില്ലടയ്ക്കുവാൻ കഴിയുന്നില്ല, ഓപ്പറേഷൻ ചെയ്യുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഞാൻ പഠിച്ച അതെ BBJM ഹൈസ്കൂൾ, ബിഷപ്പ് വൈലോപ്പള്ളി ജൂബിലി മെമ്മോറിയൽ ഹൈസ്കൂൾ, ആ സ്കൂളില് അതെ സ്കൂൾ ലീഡറായിരുന്ന എനിക്ക് അസംബ്ലിയില് അതെ അധ്യാപകർ കുട്ടികളെ വിളിച്ചുകൂട്ടി പിരിവിട്ടു. അങ്ങനെ നാട്ടുകാരിൽ നിന്നും പിരിച്ച പണം കൊണ്ട് എന്നെ ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ അനസ്തേഷ്യ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് ബോധം അതെ തിരികെ വരാതെ ബോധരഹിതനായി കിടക്കുന്ന എന്നെ നോക്കി ഡോക്ടർ പറഞ്ഞു, അതെ ടൈം കഴിഞ്ഞു, അതെ ഉണരേണ്ട സമയം കഴിഞ്ഞു. ഇനി നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം, നിങ്ങൾ ഈശ്വര വിശ്വാസികളല്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, എന്റെ മാതാവ്, എന്റെ പിതാവ്, എന്റെ സഹോദരങ്ങൾ, എന്റെ കൂടപ്പിറപ്പ്, എന്റെ സ്കൂള്, എന്റെ അധ്യാപകര്, എന്റെ സഹപാഠികള് എല്ലാം എനിക്ക് വേണ്ടി മൗന പ്രാർത്ഥന നടത്തി. ഞാൻ പറയട്ടെ, അന്ന് ഡോക്ടർമാർക്ക് പരിമിതി ഉണ്ടായിരുന്നു, എന്റെ അപ്പനും അമ്മയ്ക്കും പരിമിതി ഉണ്ടായിരുന്നു. എന്നാൽ ലോകത്തിന്റെ രക്ഷകനായ ഒരു യേശു എന്ന് പറയുന്ന വ്യക്തി ഈ ലോകത്തിൽ ജനിച്ചത് എനിക്കും കൂടെ ആയിരുന്നുവെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു സമയമായിരുന്നു ആ ഹോസ്പിറ്റലിലെ ആ രോഗ അവസ്ഥ എന്റെ ജീവിതത്തിൽ. പ്രിയരെ, ഒരുപക്ഷെ രോഗത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, ഒരുപക്ഷെ തലമുറ നിമിത്തം
നിമിത്തം ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ മദ്യപാനമായിരിക്കാം, ഒരുപക്ഷെ വഴിവിട്ട ജീവിതമായിരിക്കാം, ഒരുപക്ഷെ കൃഷിയുടെ തകർച്ചയായിരിക്കാം, ഒരുപക്ഷെ ബിസിനസിന്റെ തകർച്ചയായിരിക്കാം. ഏതവസ്ഥയായിരുന്നാലും നിന്റെ അവസ്ഥയെ പരിഗണിച്ച് ഈ ഭൂമിയിൽ നിന്റെ ആയുസ്സിനെ ദീർഘമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ജീവിത അനുഭവത്തിലൂടെ ഞാൻ ഈ ഗ്രാമത്തിൽ ആയിരിക്കുന്ന ജനത്തോട് വിളിച്ചു പറയട്ടെ. അവിടെ നിന്ന് എനിക്ക് ആയുസ്സിനെ ദീർഘമായി പഠനം തുടർന്നു. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജോലി, നല്ലൊരു വിവാഹം, നല്ലൊരു തലമുറ, ഇതൊക്കെ സ്വപ്നം കണ്ടു. അങ്ങനെ അതേ തുടർന്ന് പഠനം നടത്തി. പഠനത്തിന് ശേഷം അതേ വലിയ ഒരാളായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു മുമ്പോട്ട് പോയി. പക്ഷേ എല്ലാം പരാജയമാണ്. 3 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു. അതേ ആത്മഹത്യ പരിഹാരമല്ല എന്ന് ബോർഡ് തൂക്കി നടക്കാൻ കാരണം ഒരു സമയത്ത് സമാധാനം നഷ്ടപ്പെട്ട് എല്ലാവരും ഉണ്ടെങ്കിലും ജീവിക്കണ്ടെന്നുള്ള ചിന്താഗതിയോടെ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചതാണ്. അവിടെ നിന്നും പിന്തിരിപ്പിച്ചു. അതേ കഞ്ചാവ് വലിച്ചു നോക്കി, അതേ മദ്യപിച്ചു നോക്കി. ഒരു ദിവസം 3ഉം 4ഉം സിനിമ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു നോക്കി. അതേ വീട്ടിൽ വരാതെ വീട്ടിൽ നിന്നും ദൂരെ വാടകയ്ക്ക് വീടെടുത്ത് കൂട്ടുകാർ കൂടി താമസിച്ചു നോക്കി. പക്ഷേ അവിടെ നിന്നൊന്നും എനിക്ക് സമാധാനം കിട്ടിയില്ല. ജീവിതത്തെ കുറിച്ച് ഒരു ലക്ഷ്യം കിട്ടിയില്ല. പക്ഷേ എനിക്കൊരു ജീവിതത്തിന് ലക്ഷ്യമുണ്ടാക്കി തന്ന, ഒരർത്ഥം നൽകി തന്ന ഒരു വ്യക്തി പ്രഭയെ കുറിച്ച് എനിക്ക് പങ്കുവെക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എന്തെന്നറിയാമോ? എനിക്ക് സംസാരശേഷിയില്ലാതിരുന്ന വ്യക്തിയാ. എന്റെ ഈ ശരീരത്തിൽ 3 ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ, വിവാഹം കഴിഞ്ഞു, പഠനാനന്തരം വിവാഹം കഴിഞ്ഞു. എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തലമുറയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു, ശ്രമിച്ചു നോക്കി. പക്ഷേ പരാജയം മാത്രമാണ്. എന്റെ ഭാര്യ വീട്ടുകാര് തൃശൂർ ജില്ലയില് അത്താണി മെഡിക്കൽ കോളേജില് എന്നെയും എന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ യുവാവിന്, ഈ പുരുഷന് തലമുറകൾ ഉണ്ടാകത്തില്ല. എന്റെ ഭാര്യ വീട്ടുകാര് ഡിവേഴ്സിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഞാൻ പറയട്ടെ, ഡിവേഴ്സ് പരിഹാരമല്ല. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ ദേശത്തോട് അനുഭവത്തോട് വിളിച്ചു പറയുക. 1 അല്ല 2 പെൺകുഞ്ഞുങ്ങളെ മെഡിക്കൽ സയൻസ് അല്ല, അതെ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിലൂടെ വിശ്വസിച്ചപ്പോൾ അതെ എനിക്ക് ലഭിക്കാനിടയായി. ആ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിൽ നിൽക്കുന്നത്. എന്റെ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു. ആ കുഞ്ഞുമായിട്ട് ഈ ദേശത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ ഉച്ചഭാഷണിയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. അതേ തലമുറകളില്ലാത്ത ഭാരത്തോടെ ആരെങ്കിലും ഈ ദേശത്തായിരിക്കുന്നുവെങ്കിൽ അതേ ഡിവേഴ്സ് പരിഹാരമല്ല, അതേ ആത്മഹത്യ പരിഹാരമല്ല, ഒളിച്ചോട്ടം പരിഹാരമല്ല, കൊലപാതകം പരിഹാരമല്ല. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരുവൻ അതേ ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ചു. അവന്റെ പേരെത്രേ? യേശു. ആ യേശുവിനെ എന്റെ രക്ഷകനായി ഞാൻ സ്വീകരിപ്പാൻ തയ്യാറായതുകൊണ്ട് അതേ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയായിത്തീരുന്നു. അത് എന്നിൽ ഒതുങ്ങി നിൽക്കാതെ ഇന്ന് ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ ഓർപ്പിച്ച ഈ പ്രശ്ന പരിഹാരം യേശുക്രിസ്തുവിലൂടെ ലഭ്യമാണെന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അതേ ഞങ്ങൾ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയം അതേ സാധനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് മനോഹരമായ ഗാനം, അതേ ആക്ഷൻ സോങ് ഒക്കെ കാണാനും കേൾക്കുവാനുള്ള ഒരു അവസരമാണ്. നിങ്ങളുടെ ശ്രദ്ധയെ സാധനം ക്ഷണിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ യേശുവിനെ നാളിതുവരെ രക്ഷകനായി സ്വീകരിക്കുകയോ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാ സുപ്രസന്ന കാലമാണ്. ഇതാണ് രക്ഷാ ദിവസം. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമമാണ്. ഒരുപക്ഷെ ചോദിക്കും, വേറെ നാമമില്ലേ എന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളുടെ ശ്രമങ്ങളോ നിങ്ങളുടെ ആമേൻ യാത്രകളോ ശാശ്വതമായ പരിഹാരം ഇതുവരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ ശ്രമിക്കൂ. ശ്രമം ഒരിക്കലും അതേ പരാജയപ്പെടുത്തില്ല. റിസ്ക് ഇല്ലാതെ ജയമില്ല. ഒന്ന് ശ്രമിക്കാൻ തയ്യാറാകൂ. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട്, ആ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. യേശുവേ, നീ ദൈവമാണെങ്കിൽ എന്റെ ജീവിതത്തിൽ നീ കടന്നു വരണം. എനിക്ക് ജീവിക്കണം, എനിക്ക് സമാധാനം വേണം, എനിക്ക് സന്തോഷം വേണം, എനിക്ക് സൗഖ്യം വേണം. 1 രൂപ പോലും ഞാൻ മടക്കിയില്ല. എന്റെ മനസ്സിൽ ഞാനൊരു തീരുമാനമെടുത്ത് ഒരൊറ്റ വിളി
ആ വിളി കേട്ട യേശു ഇന്ന് പകൽ നിങ്ങളെ വിളിക്കുകയാണ്. ആരെങ്കിലും നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്ന് ആ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് യേശുവേ ഒന്ന് വിളിച്ചാൽ നിശ്ചയമായും ആ വിളി കേട്ട യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മരണത്തിനപ്പുറമുള്ള ജീവിതം നിത്യമായ സ്വർഗത്തിൽ ആഗ്രഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടേക്കുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. അതെ, തുടർന്ന് ഗാനം ശ്രവിക്കാം. അതിനായി നിങ്ങളെ സ്വാഗതം ചെയ്യും. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിലെ പാർത്തിരുന്നു രജപാലകർ ദൈവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാർത്തിരുന്നു രജപാലകർ ദൈവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളി മേഘങ്ങൾ ഒഴുകും രാവിൽ
പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. കോട്ട ചുറ്റി നടന്നു, ഹേ 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 7 വട്ടം നടന്നു, ഹോ 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 ഹോ. കോട്ട ചുറ്റി നടന്നു, 7 വട്ടം നടന്നു. 7 വട്ടം ഊതിയപ്പോൾ കോട്ട മതിൽ തകർന്നു. ഏലേലേലേ 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 ഏലേലേലേ. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. അഞ്ചപ്പം 2 മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ 5000 പേരെ ഹേ 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 തൃപ്തരായി തീർന്നു. ഹോ 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 5000 പേരെ തൃപ്തരായി തീർന്നു. ബാക്കിയൊപ്പം 12 കുട്ടകളിൽ നിറച്ചു. ഏലേലേലേ 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 ഏലേലേലേ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. Disconnected. ചെങ്ങര ദേശനിവാസികളോട് ക്രിസ്തുമസിന്റെ സന്ദേശം അറിയിക്കുവാനും മനോഹരമായ പാട്ട് പാടുവാനുമൊക്കെ ദൈവം കൃപ ചെയ്തു. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദേശത്തുള്ള സകല ജനങ്ങളെയും ഞങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കുവാൻ ദൈവം ഒരുക്കമുള്ളവനാണ്. എന്നാൽ ദൈവത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ മടങ്ങി വരേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം നിങ്ങൾ കേട്ടല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സകല വിഷയത്തിന്റെ പേരിലും ദൈവം ഇടപെടട്ടെ. നിങ്ങൾ ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ നല്ല ദേശത്ത് പാർക്കുന്ന നല്ല ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ അവിടെ നിറയുന്നുവല്ലോ. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഉപജീവന മാർഗം എന്തു തന്നെയായിരുന്നാലും
അതിന്മേൽ ദൈവത്തിന്റെ കരം നീട്ടണമേ. അവരുടെ രോഗം എന്തു തന്നെയായിരുന്നാലും അവിടുന്ന് രോഗ സൗഖ്യം കൽപ്പിക്കണമേ. അവരേത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ നിരാശപ്പെടുന്നുവോ അതിന്മേൽ ദൈവം അവിടുന്ന് പ്രവർത്തിച്ചാട്ട് സകലവിധ അനുഗ്രഹങ്ങളും ഈ ദേശത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ദൈവം പ്രവർത്തിച്ചതിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.